ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് റൈസായ കപ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനെ അറബിക് ബിരിയാണി എന്ന് വേണമെങ്കിലും പറയാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസാണ് ഈ കപ്സ. നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ള ബിരിയാണിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടാണ് ഈ കപ്സ തയ്യാറാക്കുന്നത്. മാത്രമല്ല, ഇതിലേക്ക് ചേർക്കുന്ന മസാല പൗഡറിന്റെ റെസിപ്പിയും ഇതോടൊപ്പം കഴിക്കുന്ന ഒരു അറബിക് ചട്നിയുടെ റെസിപ്പി കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ഈ അറേബ്യൻ റൈസായ കപ്സ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ കപ്സ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമൊക്കെ മാറ്റി വെക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ വലിയ കഷ്ണങ്ങളായി ഇതുപോലെ 8-9 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഈ ചിക്കൻ പീസസിലെല്ലാം തന്നെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഈ ചിക്കൻ പീസസിനുള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ചിക്കൻ പീസസിലും ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ ചിക്കൻ പീസസിലും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് കപ്സയിലേക്കുള്ള മസാലയാണ്. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് 1 കിലോ ചിക്കൻ്റെയും 1/2 കിലോ റൈസിൻ്റെയും അളവിൽ അനുസരിച്ചാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും 2 വറ്റൽമുളകുമാണ്. ഇനി ഇതിലേക്ക് 1 ബേ ലീഫ്, 4 ഗ്രാമ്പു, 1 തക്കോലം, 3 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട എന്നിവയുടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും സ്പൈസസ് ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് കളറ് ചേഞ്ച് ആകുന്നത് വരെ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചൂടാക്കിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ഈ സ്പൈസസ് ഒക്കെ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഈ സ്പൈസസ് നമുക്കൊരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ചൂടാക്കിയ സ്പൈസസ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഈ സ്പൈസസ് എല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കപ്സ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. കപ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. കപ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇതുപോലെ നീളമുള്ള ബസ്മതി റൈസാണ്. അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ച് ഒരു 30 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി കപ്സ തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ അല്പം വലുപ്പമുള്ളൊരു പാത്രം തന്നെ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇതിലേക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ബട്ടർ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ബട്ടർ കയ്യിലില്ലെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിൽ തന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താലും മതി. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ചേർത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് 6 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്താണ്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവാളയുടെയും ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ സവാളയൊക്കെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള സ്പൈസസ് ആണ്. 1 ബേ ലീഫ്, 2 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായ എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരുന്ന ഒരു കപ്സ മസാല ഇല്ലേ, അതാണ്. ആ പൊടിച്ചു മാറ്റി വെച്ചിരുന്ന ഒരു കപ്സ മസാലയിൽ നിന്ന് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 1 മിനിറ്റോളം ഈ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരുന്ന ചിക്കൻ പീസസ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഈ മസാലയിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ പീസസ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കപ്സ മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്സ മസാല കൂടെ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസസ് ഏകദേശം 5 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഉണക്ക നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ചിക്കൻ ക്യൂബ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചിക്കൻ ക്യൂബ്സ് മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ ഞാൻ ഒരു ക്യൂബ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെ ഒരു പ്യൂരിയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ പ്യൂരി ചേർത്തത് കൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ തക്കാളിയുടെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം ഏകദേശം 5 മിനിറ്റോളം അത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നത് അതേ കപ്പിൽ തന്നെ വേണം നമ്മൾ വെള്ളം അളന്നൊഴിക്കാൻ. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു തിളച്ച വെള്ളത്തിൽ നിന്ന് ഈ ചിക്കൻ പീസസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് അരിയും വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അരി ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൽ കുറച്ച് ചേരുവകളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. ഈ ചോറ് വേവുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുനാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള 3 പച്ചമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ അളന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ തന്നെയാണ് ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി മാത്രം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൂടെ ചേർത്തതിന് ശേഷം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം റൈസ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസസിലേക്ക് കുറച്ച് മസാലപ്പൊടികളൂടെ ഒന്ന് പുരട്ടി ഒന്ന് മൊരിയിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കളറായിരിക്കും ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചിക്കൻ ക്യൂബ് കൂടെ ഞാൻ ഈ ഒരു മസാലപ്പൊടിയുടെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ക്യൂബ്സ് ചേർക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ചിക്കൻ ക്യൂബ് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ക്യൂബ്സിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ഡ്രോപ്പ് പെർമിറ്റഡ് റെഡ് ഫുഡ് കളർ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി കളർ ചേർത്തന്നേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കുവാണെങ്കിൽ ഫുഡ് കളർ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ ഇതൊന്ന് കുഴച്ച് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ചിക്കൻ പീസസിലേക്കെല്ലാം തന്നെ ഇതൊന്ന് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ ചിക്കൻ പീസസിലെല്ലാം തന്നെ ഈ മസാലപ്പൊടികൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അരി വേഗം വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. എന്താ കണ്ടില്ലേ, അരിയിലെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു റൈസിലേക്ക് 1 ടീസ്പൂൺ കബ്സ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മസാല കൂടെ ചേർത്തതിന് ശേഷം ഈ ചോറൊന്ന് പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലുള്ള ഒരു ചെറിയ വെള്ളമയം മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ വശം ഒരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സൺഫ്ലവർ ഓയിലിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ബട്ടറും കൂടെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് ഒരുപാട് നേരമായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോൾ ഓരോ വശം മൊരിയുന്നതനുസരിച്ച് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഒരു കബ്സയിലേക്ക് ചേർക്കാനുള്ള കാഷ്യൂനട്ടും റൈസിനും ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. നമ്മൾ അടച്ചു മാറ്റി വെച്ചിരുന്ന ആ റൈസ് ഒന്ന് തുറന്ന് നോക്കാം. ഇതായിപ്പോൾ കണ്ടില്ലേ, ഇതിലെ വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട്. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചിക്കൻ പീസസ് നിരത്തി വെക്കാം. ചിക്കൻ പീസസ് നിരത്തിയതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ടും റൈസിനും മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിനി അടച്ചിട്ട് ഒരു കട്ടിയുള്ള പാനിൻ്റെ മുകളിൽ വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റാം. ഇതിപ്പോൾ 10 മിനിറ്റ് ശേഷം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കബ്സ തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇതിലെ ചിക്കൻ പീസസ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം റൈസ് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഈ ഒരു കബ്സയുടെ കൂടെ സെർവ് ചെയ്യുന്ന അറബിക് ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൂടെ ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഒരു 3 മീഡിയം സൈസ് പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയുടെ അളവ് ഒരുപാട് കൂടി പോകരുത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറുജീരക പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ ഈ ഒരു ചട്നിക്കകത്ത് തക്കാളി നന്നായിട്ട് വേവിച്ചതിന് ശേഷമാണ് അരച്ച് ചേർക്കുന്നത്. പക്ഷെ ഇങ്ങനെ പച്ചയായിട്ട് തന്നെ ഇത് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടുക. അപ്പം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ അറബിക് ടൊമാറ്റോ ചട്നി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അറബിക് ചട്നിയാണിത്. കബ്സയുടെ കൂടെയും മന്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ കബ്സ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു അറബിക് ചട്നി കൂടെ തയ്യാറാക്കി നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു മന്തിയുടെ കൂടെയും കബ്സയുടെ കൂടെയും കിട്ടുന്ന അതേ ചട്നിയുടെ ടേസ്റ്റ് തന്നെയാണ്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ ചിലർക്ക് മല്ലിയില അരയ്ക്കുന്ന ഒരു ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെച്ച് അരച്ചെടുത്താൽ മതി.
അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോകാതെ തന്നെ ഈ ഒരു അറബിക് കബ്സയും അറബിക് ചട്നിയും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല ഈ കബ്സയ്ക്ക്, ഇതിന് ചോറ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വെറൈറ്റി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.